ബിനിൽ അവിടെ തുടരുന്നുണ്ട്. ബിനിൽ, ഈ സനന്ദൻ എന്ന മകൻ, ഈ കുടുംബം എല്ലാവരും തന്നെയും ഇത് സമാധിയാണ്, ഇക്കാര്യത്തിൽ നാട്ടുകാർക്കോ പോലീസിനോ ഇടപെടാൻ അവകാശമില്ല എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഈ സനന്ദനാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളോടൊക്കെ കൂടുതലായിട്ട് സംസാരിച്ചിരുന്നത് അല്ലേ? അതായത് എനിക്ക് തോന്നുന്നത് പൂജാതി കർമ്മങ്ങൾ നടത്തിയ ആളും ഇദ്ദേഹം തന്നെയാണ് അല്ലേ, സനന്ദൻ തന്നെയാണ് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഇന്നലെ കോടതിയുടെ ഉത്തരവിന് ശേഷം ഇന്ന് കല്ലറ രാവിലെ തുറക്കും എന്നറിഞ്ഞതിന് ശേഷം ഇന്നലെ രാത്രി അവിടെ വൈകുവോളം പൂജയും മറ്റും നടത്തിയിരുന്നു. അത് എല്ലാം ഈ സനന്ദനാണ് നടത്തിയത് അല്ലേ? തീർച്ചയായിട്ടും ഇന്നലെയും പൂജയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കുടുംബം ഒന്നടങ്കം പറയുന്ന കാര്യം ഇത് സമാധി തന്നെയാണ്. ഇതിൽ പോലീസിനോ മറ്റുള്ള ആളുകൾക്കോ ഇടപെടാൻ അവകാശമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ എത്തിയത് പുലർച്ചെ 3 മണിക്ക് തന്നെ ഇവിടെ എത്തി. പുലർച്ചെ 4 മണിക്ക് ഈ വീടിൻ്റെ പരിസരത്ത് നമ്മൾ എത്തിയപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ പറ്റും. ദൃശ്യങ്ങൾ നമുക്കുണ്ട്. ഈ മകൻ അവിടേക്ക്, ഈ കല്ലറയുടെ സമീപത്തേക്ക് എത്തി അവിടെ വിളക്ക് വെക്കുകയും മണിയടിക്കുകയും അതോടൊപ്പം തന്നെ ശംഖുതിയുമുള്ള പൂജകളും മറ്റു കാര്യങ്ങളുമൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം പോയത്. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി. അത് 150-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ പല ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്നു. അവരാണ് ഈ നിയന്ത്രിച്ചത്. അദ്ദേഹം വീടിന് പുറത്തേക്ക്, ഈ മകൻ പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. മറ്റൊരു മകനും അത് അവരുടെ മറ്റ് ഭാര്യയും മരുമകളും ഒക്കെ ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പ്രതിഷേധങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നിരന്തരം സരീഷ് പറഞ്ഞതുപോലെ അവരിപ്പോഴും വിശ്വസിക്കുന്നത് ഇത് സമാധിയാണ്, ഇത് അനധികൃതമായി പൊളിച്ചു എന്നുള്ള വിശ്വാസമാണ് അവർ ഉന്നയിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പല ഘട്ടങ്ങളിലും പോലീസ് ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ കളക്ടറുടെ ഓർഡറുമായി വന്ന് ഇത് പൊളിക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായി. തുടർന്ന് പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും പിന്മാറുകയും പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മകനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. 2 മക്കളെയും വിളിച്ചു വരുത്തി. പക്ഷേ 2 മക്കളുടെയും പറഞ്ഞ കാര്യം ഇത് അസ്വാഭാവിക മരണമാണ്, നിങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം, അതിനുള്ള അവകാശമുണ്ട്, അതിനുള്ള ഓർഡറാണ് നൽകിയിട്ടുള്ളത്. ആ ഓർഡറിന് പകർപ്പ് അവർ കൈമാറുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അവർ പറയുന്നത് ഇത് സമാധി തന്നെയാണ്. പിതാവ് തങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 വർഷം മുമ്പാണ് ഈ സമാധി ഇരിക്കാനുള്ള ഈ കല്ലറ, അതായത് ഈ മണ്ഡപം ഉണ്ടാക്കിയെന്ന് അവർ പറയുന്നു. ആ മണ്ഡപത്തിലേക്ക് അദ്ദേഹം സ്വയം നടന്നുപോയി അവിടെ ഇരുന്നു. അതിനുശേഷം സമാധിയായി എന്നാണ് അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തിരുന്നത്. പക്ഷേ അതിൽ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പോലും വീണ്ടും പോലീസ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷേ അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പക്ഷേ പിന്നീട് കോടതിയിൽ പോവുകയും ഇടയ്ക്ക് ഒരു ഇടവേള ഇതിലെടുത്തിരുന്നു. ഇപ്പോൾ തിടുക്കപ്പെട്ട് ഈ കല്ലറ പൊളിക്കേണ്ടതില്ല എന്ന് പോലീസ് നിലപാടെടുത്തു. ആ നിലപാടെടുത്തത് ഈ കുടുംബത്തിന് കോടതിയിൽ പോകുന്നതിന് വേണ്ടിയാണ്. പോലീസിന് ഉറപ്പായിരുന്നു കോടതിയിൽ പോയാൽ കുടുംബത്തിന് തിരിച്ചടി ഉണ്ടാകും. കാരണം ഇതിൽ കൃത്യമായി മരണം സംഭവിച്ചത് ആരും കണ്ടിട്ടില്ല, സാക്ഷികളില്ല. ഏക മകൻ മാത്രമാണ്, പൂജാരിയായ മകൻ മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത്. അതിന് അവർ പറയുന്ന ന്യായീകരണം ഇത് താൻ മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മറ്റൊരാൾ കണ്ടാൽ, സ്പർശിച്ചാൽ അതിൻ്റെ ചൈതന്യം, സമാധിയുടെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള വാദങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും അതിനുശേഷം പോലീസ് ഇതിൽ ഉറപ്പിച്ചു കോടതിയിൽ പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന്. അങ്ങനെ കോടതിയിൽ പോവുകയും, പക്ഷേ കോടതി കൃത്യമായി ചോദിച്ചത് ഇതിൽ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, മരണം സംഭവിച്ചതിൽ തെളിവുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അതുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് അങ്ങനെയെങ്കിൽ അസ്വാഭാവിക മരണമായി ഇത് കണക്കാക്കണം, പോലീസിന് നടപടികളുമായി കൃത്യമായി മുന്നോട്ട് പോകാമെന്ന് കോടതി നിലപാടെടുത്തത്. അതിനുശേഷമാണ് പിന്നീട് ഈ പൊളിക്കൽ നടപടികളിലേക്ക് പോയത്. എന്തായാലും ഈ പൊളിച്ചപ്പോൾ തന്നെ കൃത്യമായി നമ്മൾ പറഞ്ഞു, ആ വാർത്ത നമുക്ക് കൃത്യമായി ലഭിച്ചതാണ്. ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നതെന്ന്. അതിനുശേഷം ഇവിടുത്തെ കൗൺസിലർ, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി കൗൺസിലറായ പ്രസിഡന്റ്, അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ 7 ദിവസമായി മൃതദേഹം ഉണ്ടായിരുന്നത്, മൃതദേഹം വറവ് ചെയ്തിട്ട് ഈ കല്ലറയിൽ വെച്ചിട്ട് 7 ദിവസം കഴിഞ്ഞു. 7 ദിവസം കഴിഞ്ഞെങ്കിലും കാര്യമായി ഈ മൃതദേഹം അഴുകിയിരുന്നില്ല. വായുടെ ഭാഗം മാത്രമാണ് അല്പം കൂടുതലായി അഴുകിയിരുന്നത്. ഇത് ഗോപൻ സ്വാമി തന്നെയെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാരണം വർഷങ്ങളായി പരിചയമുള്ള ആളാണ്, അതുകൊണ്ട് അദ്ദേഹം അത് ഉറപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ മകൻ പറഞ്ഞത് ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വെച്ചിരുന്നു, ഈ കല്ലറുണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നു. ആ രീതിയിൽ തന്നെയാണ് മൃതദേഹം ഉണ്ടായിരുന്നതും. സനീഷ്, ശരി, നന്ദി ബിനിൽ വിവരങ്ങൾക്ക്. ഏതായാലും ഇപ്പോൾ സനന്ദൻ അവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രി എത്തിയിട്ടുണ്ട്. സനന്ദനും മറ്റു ബന്ധുക്കളും അവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് അവരോട് വരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ മൃതദേഹം ഏറ്റുവാങ്ങേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം. എന്തായാലും ഇന്ന് രാവിലെയാണ് ആ കല്ലറ പൊളിച്ചത്. അതിനകത്ത് ഒരു മൃതദേഹം ഉണ്ടായിരുന്നു. അത് ഗോപൻ സ്വാമിയുടെ തന്നെയാണ് എന്ന് നാട്ടുകാരും മറ്റു ബന്ധുക്കളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട്, ശാസ്ത്രീയമായിട്ട് DNA പരിശോധനയിലൂടെ അക്കാര്യം ലീഗലി ഉറപ്പിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ അടക്കമുള്ളവയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ, നാട്ടുകാരും അറിയാതെ സമാധി ഇരുത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ എന്ന നിലപാടെടുത്തതോടെയാണത് കേരളത്തിലെ ആകെ വലിയ ചർച്ചയും വാർത്തയുമായി മാറിയത്. ദേശീയ തലത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. എന്തായാലും കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പോലീസ് അവരുടെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. ഇപ്പോൾ ഈ സനന്ദൻ പോലീസിൻ്റെ കൂടെ അവിടേക്ക് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അവർക്കത് പിന്നീട് സമാധിയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ രീതിക്കനുസരിച്ച് അതിനെ സംസ്കരിക്കാനുള്ള അവകാശം സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും.